വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ റിപ്പോർട്ട് പ്രകാരം വളർച്ചാ നിരക്കിൽ ഇന്ത്യ പാകിസ്ഥാൻ വളരെ താഴെ. 79 വികസ്വര രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 60ാമത്. അയൽ രാജ്യങ്ങളെല്ലാം പുരോഗതിയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് മുകളിലാണ്. വികസ്വര രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാൻ 52ാം സ്ഥാനത്തും ഇന്ത്യ 60ാം സ്ഥാനത്തും. വിവരങ്ങളുമായി സിജു ചേർന്നുണ്ട്. തത്സമയം സിജു, വികസ്വര രാജ്യങ്ങളുടെ പട്ടികയിൽ വളരെ മുൻപിൽ നിൽക്കുന്നു എന്ന് നമ്മൾ അഹങ്കരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു കണക്ക് കൂടി പുറത്തു വരുന്നത്. വളരെ പിന്നിലേക്ക്, അതായത് പാകിസ്ഥാനൊക്കെ നിൽക്കുന്നതിലും വളരെ പിന്നിലേക്കാണ് നമ്മൾ നിൽക്കുന്നത് എന്ന ഒരു സത്യാവസ്ഥ ഇങ്ങനെ കണക്കായി പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് വിവരങ്ങൾ? സൗമ്യ, കഴിഞ്ഞ ദിവസം ആണ് വേൾഡ് എക്കണോമിക് ഫോറം ഇത് സംബന്ധിച്ച സ്ഥിതിവിവര കണക്കുകൾ പുറത്തുവിട്ടത്. അതായത് സമഗ്ര വികസന സൂചിക എന്ന് എല്ലാ വർഷവും പുറത്തിറക്കാറുള്ള വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കാറുള്ളതാണ്. ആ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 60ആണ്. മൊത്തം 79 രാജ്യങ്ങളാണ് പട്ടികയിലുള്ളത്. ആ പട്ടിക പ്രകാരം ഉള്ള അതിൽ 60ാം സ്ഥാനത്ത്, അതായത് 3.8 പോയിന്റുമായി 60ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. എന്നാൽ പാകിസ്ഥാൻ്റെതാകട്ടെ 52ാം സ്ഥാനമാണ്. ആ പട്ടികയിൽ 52ാം സ്ഥാനമാണ് പാകിസ്ഥാൻ്റേത്. 27ാം സ്ഥാനത്ത് നേപ്പാളുണ്ട്. അതായത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെല്ലാം തന്നെ സമഗ്ര വികസനത്തിന്റെ കാര്യത്തിൽ ബഹുദൂരം മുന്നോട്ട് പോയപ്പോൾ ഇന്ത്യ വളരെയധികം പിന്നോക്കം പോയി എന്നാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ തന്നെ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. അത് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള കണക്കുകൾ വേൾഡ് എക്കണോമിക് ഫോറം പുറത്തു വരുന്നുണ്ട്. അതായത് ദാവോസിൽ നടക്കുന്ന സാമ്പത്തിക ഉച്ചകോടിയുടെ അനുബന്ധമായിട്ടാണ് ഇപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറം ഇത് സംബന്ധിച്ച ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ആ സൂചിക പുറത്തിറക്കിയിരിക്കുന്നത്. അത് പ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ 1ാം സ്ഥാനത്ത് യൂറോപ്യൻ, അതായത് ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യമാണ്. ഈ പട്ടികയിലെ 79 രാജ്യങ്ങളുടെ 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ലിത്വാനിയാണ്. അതോടൊപ്പം തന്നെ ചൈന 15ാം സ്ഥാനത്തും നേപ്പാൾ 27ാം സ്ഥാനത്തും ബംഗ്ലാദേശ്, അതായത് വികസന കാര്യത്തിൽ എപ്പോഴും വളരെ പിന്നോക്കം നിൽക്കുന്നു എന്ന് പറയുന്ന ബംഗ്ലാദേശ് പോലും 36ാം സ്ഥാനത്തും ഭൂകമ്പം തകർത്ത നേപ്പാൾ 27ാം സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ വികസന സൂചിക എന്ന് പറയുന്നത് 60ലേക്ക് താഴ്ന്നു പോയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. ബ്രിക് രാജ്യങ്ങൾ, അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ഉൾപ്പെടുന്ന ബ്രിക് രാജ്യങ്ങളിൽ റഷ്യയും ബ്രസീലും 13ഉം 30ഉം സ്ഥാനങ്ങളാണ് ഉള്ള ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പോളണ്ട് 4ാം സ്ഥാനത്തും റുമേനിയ 5ാം സ്ഥാനത്തും ഉറുഗ്വേ 6ാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. അതോടൊപ്പം പനാമ 8ാം സ്ഥാനത്ത്, ചിലി 10ാം സ്ഥാനത്ത്. ഇന്ത്യയുടെ സ്കോർ ആണെങ്കിൽ 3, അതായത് ഈ സൂചികയിൽ 3.8 എന്ന് പറയുന്ന സ്കോർ മാത്രം നേടി 60ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്നു. ചൈന അടക്കമുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാനും ചൈനയും നേപ്പാളും ചെറു രാജ്യമായ ബംഗ്ലാദേശ് വരെ സമഗ്ര വികസനത്തിന്റെ കാര്യത്തിൽ വളരെയധികം മുന്നോക്കം പോയപ്പോൾ ഇന്ത്യ വളരെയധികം പിന്നോക്കം പോയിരിക്കുന്നു. 79 രാജ്യങ്ങളുടെ പട്ടികയിൽ 60ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. നമുക്കറിയാം, നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ, നോട്ട് നിരോധനം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തരിപ്പണമാക്കി എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. ഇന്നലെ തന്നെ IMFന്റെ കണക്ക് പുറത്തു വന്നിരിക്കുന്നു. IMF 6 രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് 7.6% നിന്ന് 6.6 താഴ്ന്നിരിക്കുന്നു എന്നുള്ള വാർത്ത IMF തന്നെ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെതായ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ വികസന കുതിപ്പിലേക്ക് നയിക്കുന്നുവെന്നും നിരവധി ക്ഷേമ പദ്ധതികൾ രാജ്യത്തിന് വേണ്ടി നടപ്പിലാക്കുന്നുവെന്നും ഘോരഘോരം വാദിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു കണക്ക് പുറത്തു വരുന്നത്. ഇത് ഏറ്റവും ആധികാരികമായത് വേൾഡ് എക്കണോമിക് ഫോറം എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും ആധികാരികമായ സംഘടനയാണ്. അവരുടെ തന്നെ കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ നിരവധി ഘടകങ്ങളാണ്, ഏകദേശം 12ഓളം കാര്യങ്ങൾ കണക്കിലെടുത്താണ് ഇത്തരത്തിലുള്ള ഒരു സൂചിക തയ്യാറാക്കുന്നത്. അതിൽ സാമ്പത്തിക അസമത്വം ഇല്ലാതാക്കുന്നതിന് ഗവൺമെന്റ് നടത്തിയ നടപടികൾ എന്ത്, അതോടൊപ്പം തന്നെ വികസനത്തിന്റെ സുസ്ഥിരതയുടെ കാര്യത്തിൽ എന്തൊക്കെ നിലപാടുകൾ കൈക്കൊണ്ടുന്നു, ഇങ്ങനെ 12ഓളം കാര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ പട്ടികയിൽ അതിന്റെ പട്ടികയിലെ മുൻഗണനാക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. ഇങ്ങനെ മുൻഗണനാക്രമം നിശ്ചയിച്ചിൽ 1ാം സ്ഥാനത്ത് ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യവും, അതോടൊപ്പം തന്നെ 79 രാജ്യങ്ങളാണ് പട്ടികയിലുള്ളത്. അതിൽ 1ാം സ്ഥാനത്ത് ലിത്വാനിയയും, ഇന്ത്യയുടെ സ്ഥാനം 60ഉം പാകിസ്ഥാന്റെ സ്ഥാനം 52ഉം നേപ്പാൾ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും അതിർത്തി രാജ്യവും ചെറു രാജ്യവുമായ നേപ്പാളിന്റെ സ്ഥാനം 27ലും എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഇതിൽ നിരവധി കാര്യങ്ങൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇന്നലെ തന്നെ വേൾഡ് എക്കണോമിക് ഫോറം പുറത്തുവിട്ട മറ്റൊരു കണക്കുണ്ട്. രാജ്യത്തിന്റെ സമ്പത്ത് കൈയാളുന്നത്, അതായത് മൊത്തം രാജ്യത്തിന്റെ സമ്പത്തിന്റെ 70% കൈയാളുന്നത് 58 കോടീശ്വരന്മാരാണ്. മാത്രമല്ല 50% പേരാണ്, അല്ലെ 1% പേരാണ് രാജ്യത്തിന്റെ 50% വരുന്ന സമ്പത്ത് കൈയാളുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. നരേന്ദ്രമോദി സർക്കാർ ആയാലും അതോടൊപ്പം അതിനു മുൻപിരുന്ന UPA ഗവൺമെന്റ് ആയാൽ പോലും ആരെയാണ് സഹായിക്കുന്നത്, ഇവിടുത്തെ ദരിദ്ര ജനവിഭാഗത്തിന് വേണ്ടി എന്ത് നിലപാടാണ് കൈക്കൊള്ളുന്നതെന്ന് ഈ കണക്കുകളിലൂടെ തന്നെ വ്യക്തമാകുന്നു. ശതകോടീശ്വരന്മാരുടെ എണ്ണം വർഷങ്ങൾ തോറും വർദ്ധിക്കുമ്പോഴും ദരിദ്രനാരായണന്മാരുടെ എണ്ണം അതിനിരട്ടിയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ IMFന്റേതായാലും വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ
ഫോറത്തിൻ്റെതായാലും കണക്കുകൾ പരിശോധിക്കുമ്പോൾ എന്തൊക്കെ വികസന കാര്യങ്ങൾ, അതായത് പുറംപൂച്ചു മാത്രം അല്ലെങ്കിൽ വെറും വാചകപടി മാത്രം രാജ്യത്തിന്റെ വികസന കാര്യത്തിൽ മോഡി സർക്കാർ നടത്തുന്നുള്ളൂ എന്നുള്ളത് മാത്രമാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ നിരവധി, അതായത് രാജ്യത്തെ ഡിജിറ്റലൈസ് ചെയ്യാൻ, ക്യാഷ്ലെസ് എക്കോണമിയാക്കി മാറ്റാൻ ശ്രമങ്ങൾ നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നോട്ട് നിരോധനം എന്ന് ഘോരഘോരം മോഡി സർക്കാരും BJP-യും അടക്കം വാദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വിവരം പുറത്തു വരുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ പറയുന്നതെല്ലാം പുറമോടികളാണ്, ജനങ്ങളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടാനുള്ള വെറും പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും മാത്രമാണ് മോഡി സർക്കാർ നടത്തുന്നുള്ള ഏറ്റവും ഒടുവിലെ ഉദാഹരണം തന്നെയാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെതായി പുറത്തു വന്നിരിക്കുന്നത്. അതായത് സിജു, നമുക്കറിയാം പ്രത്യേകിച്ച് മോഡി അധികാരത്തിലെത്തിയതിനു ശേഷം പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും മുന്നോട്ട് വന്നിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരുന്നു. അതിന്റെ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ ആയിരുന്നു. ആ ഒരു വിഷയത്തിൽ പല കാര്യങ്ങളിലും മറിച്ച അഭിപ്രായങ്ങൾ, മോദിയുടെ നയങ്ങളിൽ മറിച്ചുള്ള അഭിപ്രായങ്ങൾ വരുമ്പോഴെല്ലാം അതിനെ ന്യായീകരിച്ചിരുന്നത് സമ്പദ് വ്യവസ്ഥയെ ഉയർത്തുന്നതിന് എന്ന രീതിയിലായിരുന്നു. ഒരുപക്ഷെ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് മറ്റു രാജ്യങ്ങളുമായുള്ള കരാറുകളായാലും അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആഭ്യന്തരമായ വിഷയങ്ങളിലുള്ള നിലപാടുകളിലൊക്കെ ആയാലും പറഞ്ഞ കാര്യങ്ങളെല്ലാം വെറുതെ ആയിരുന്നു എന്നുകൂടി ഉറപ്പിക്കുകയാണോ ഇങ്ങനെ ഒരു കണക്ക് കൂടി പുറത്തു വരുമ്പോൾ? സൗമ്യ, 2014 മോഡി സർക്കാർ അധികാരമേറ്റതിനു ശേഷം അവരുടെ ആദ്യത്തെ ഏറ്റവും വലിയ പ്രഖ്യാപനവും നടപ്പിലാക്കൽ എന്ന് പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റ് എന്ന് പറയുന്നതാണ്. അതായത് രാജ്യത്ത് തന്നെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇത് ചൈന എങ്ങനെയാണോ, ചൈന ലോകത്തെ ഒരു സമ്പന്ന ശക്തിയായി, ഒരു സാമ്പത്തിക ശക്തിയായി എങ്ങനെ ഉയർന്നു വന്നുവോ അതുപോലെ തന്നെ മറ്റൊരു മാതൃക എന്ന തരത്തിലേക്ക് ഇന്ത്യ കടന്നു വരുന്നു. ഇന്ത്യ ലോകത്തെ സമ്പത്ത് കൈയാളുന്ന രാജ്യങ്ങളിൽ പ്രമുഖ സ്ഥാനം നേടാൻ പോകുന്നു എന്ന തരത്തിലുള്ള കൊട്ടിഘോഷിക്കലോടാണ് മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വരികയും അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് അല്ലെങ്കിൽ വാഗ്ദാനങ്ങളാണ് ഈ വരുന്ന കാലം വരെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതായത് മേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്ന ഏറെ കൊട്ടിഘോഷിച്ച പദ്ധതി പോലും പാളിപ്പോയി എന്നുള്ളത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടി വരും. കാർഷിക മേഖലയിലാകെ വളരെയധികം മുരടിപ്പ് ബാധിച്ചിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച തന്നെയാണ് ആ മേഖലയുമായി ബന്ധപ്പെട്ട കണക്കുകൾ വന്നത്. ശ്രീ MP രാജേഷ് MP നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേർന്നുണ്ട്. ശ്രീ MP രാജേഷ്, കോടീശ്വരന്മാരുടെ കണക്കുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ തന്നെയും പുറത്തു വന്നതാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ റിപ്പോർട്ട് പ്രകാരം. ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം വളർച്ചാ നിരക്കിൽ ഇന്ത്യ പാകിസ്ഥാന് പോലും താഴെ, അതായത് 79 വികസന രാജ്യങ്ങളുടെ പട്ടികയിൽ 60ാമത് ഇന്ത്യ നിൽക്കുന്നു. മറ്റ് അയൽ രാജ്യങ്ങളെല്ലാം, നേപ്പാൾ പോലെയുള്ള മറ്റ് അയൽ രാജ്യങ്ങളെല്ലാം വളരെ മുൻപിലാണ് നിൽക്കുന്നത്. പാകിസ്ഥാന്റെ കാര്യം എടുത്താൽ 52ാമത് സ്ഥാനത്ത്. നമ്മൾ ആവർത്തിച്ച് കൊട്ടിഘോഷിക്കുന്നുണ്ട് പല പദ്ധതികളും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഉയർത്താൻ വേണ്ടി കൊണ്ടുവരുന്നു എന്ന തരത്തിലൊക്കെ, പക്ഷെ അതൊന്നും ഫലം കാണുന്നില്ല എന്നല്ലേ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ? ശ്രീ രാജേഷ്, വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല, അത് സംബന്ധിച്ച റിപ്പോർട്ടുകളും കണ്ടിട്ടില്ല. ഇപ്പോൾ നിങ്ങളുടെ വാർത്ത മാത്രമാണ് അവലംബം. എത്രയാണ് ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് എന്ന് വേൾഡ് എക്കണോമിക് ഫോറം പറഞ്ഞിട്ടുണ്ടോ റിപ്പോർട്ടിൽ? വളർച്ച നിരക്ക് ഈ സ്ഥാനമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 60ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. രാജേഷ്, അതിൽ അതായത് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതായത് സമഗ്ര വികസന സൂചിക, ഈ വേൾഡ് എക്കണോമിക് പുറത്തിറക്കിയ സമഗ്ര വികസന സൂചിക, അതിന്റെ കാര്യം, അതായത് സാമ്പത്തിക അസമത്വം ഒഴിവാക്കുന്നതിന് സർക്കാരുകൾ എന്ത് ചെയ്തു, സുസ്ഥിര വികസനത്തിനായി എന്ത് ചെയ്തു, ഇങ്ങനെ 12ഓളം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പൊ വ്യക്തത വന്നു. ഇപ്പോഴാണ് വ്യക്തത വന്നത്. അത് കേവലം GDP വളർച്ചാ നിരക്കിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്ഥാനനിർണയമല്ല WEF നടത്തിയിട്ടുള്ളത്. അത് സമഗ്ര വളർച്ചാ സൂചികയാണ്. അത് കുറെ കൂടി GDP വളർച്ചാ നിരക്കിനേക്കാൾ വളരെ സമഗ്രവും എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതുമാണ്. തീർച്ചയായിട്ടും ഈ റിപ്പോർട്ട് ഈ ഗവൺമെന്റിനെതിരായിട്ടും ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരായിട്ടും ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിട്ടുള്ള വിമർശനങ്ങളെ മുഴുവൻ സാധൂകരിക്കുന്നതാണ്. ഇടതുപക്ഷം ചൂണ്ടിക്കാണിച്ചത് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. ഒന്ന്, കേവല വളർച്ച, സാമ്പത്തിക വളർച്ച എന്നത് രാജ്യത്തെ പുരോഗതിയുടെ ലക്ഷണമല്ല. ഇവിടുത്തെ കേവല വളർച്ച തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന് ഇടതുപക്ഷം മാത്രമല്ല, സർക്കാരിനെ പിന്തുണച്ച് സാമ്പത്തിക വിദഗ്ധർ രഘുറാം രാജനെ പോലുള്ള ആളുകൾ, ഗവൺമെന്റിന്റെ സാമ്പത്തിക എക്കണോമിക് അഡ്വൈസർ ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെ ചൂണ്ടിക്കാണിച്ചു. മാനിപ്പുലേറ്റ് ചെയ്ത ഡാറ്റയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്, ഇത് വിശ്വാസയോഗ്യമല്ല എന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ചൂണ്ടിക്കാണിച്ചു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം GDP വളർച്ചാ നിരക്ക് കണക്കാക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ മാറ്റിയിട്ടാണ് കൃത്രിമമായിട്ടുള്ള വർധനവ് ഈ സർക്കാർ ഉണ്ടാക്കിയത്. അതായത് ബേസ് ഇയറിൽ മാറ്റം വരുത്തി, അതുപോലെ തന്നെ വളർച്ചയ്ക്ക് കണക്കിലെടുക്കുന്ന ഘടകങ്ങളിൽ മാറ്റം വരുത്തി, അങ്ങനെ കൃത്രിമമായിട്ടുള്ള വളർച്ചാ നിരക്ക് കൈവരിച്ചതായിട്ട് കണക്കിൽ കാണിച്ചു.
അത് കേവല വളർച്ച തന്നെ യഥാർത്ഥത്തിലുള്ള പുരോഗതിയെ കാണിക്കുന്നില്ല. ഇപ്പോൾ ഇടതുപക്ഷം ചൂണ്ടിക്കാണിച്ചിരുന്ന മറ്റൊരു കാര്യം, ഈ GDP വളർച്ചാ നിരക്കിനപ്പുറം രാജ്യത്ത് സാമ്പത്തിക അസമത്വം വളരുന്നു. മഹാഭൂരിപക്ഷം ആളുകൾക്ക് ഈ വളർച്ചയുടെ ഉണ്ടാകുന്നുവെന്ന് പറയപ്പെടുന്ന വളർച്ചയുടെ തന്നെ ഗുണങ്ങൾ കിട്ടുന്നില്ല. അതിന് പുറത്താണ് പോഷകാഹാരക്കുറവ്, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ ഇതെല്ലാം കൂടുന്നു എന്നുള്ളതാണ്. അത് മുഴുവൻ ഇപ്പോൾ ശരിവെക്കുന്ന ആ വിമർശനങ്ങളെല്ലാം സാധൂകരിക്കുന്നതാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ റിപ്പോർട്ട്. അപ്പൊ ഇതെല്ലാ സൂചകങ്ങളും കണക്കിലെടുത്ത്, എല്ലാ ഇൻഡെക്സസും കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്ഥാനനിർണ്ണയം നടത്തിയിട്ടുള്ളത് എന്ന് നിങ്ങളുടെ റിപ്പോർട്ടിൽ നിന്ന്, നിങ്ങളുടെ വിശദീകരണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ജീവിത നിലവാരത്തിന്റെയും സാമ്പത്തിക വരുമാന അസമത്വത്തിന്റെയും കാര്യത്തിൽ പാകിസ്ഥാനും നേപ്പാളും പോലും ഇന്ത്യയേക്കാൾ ഭേദപ്പെട്ട നിലയിലാണ്. മാത്രമല്ല മറ്റൊരു റാങ്കിംഗ് കൂടിയ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് UNDP-യുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എല്ലാ വർഷവും പുറത്തിറക്കാറുണ്ട്. ആ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രകാരവും ഇന്ത്യയുടെ റാങ്കിംഗ് 130ാമതാണ് ലോകരാജ്യങ്ങളിൽ എന്ന് ഓർക്കണം. ശ്രീലങ്ക ഇന്ത്യയുടെ മുമ്പിലാണ്. അതുപോലെ റുവാണ്ട പോലുള്ള ചെറിയ ആഫ്രിക്കൻ റിപ്പബ്ലിക്കുകൾ പോലും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ മുമ്പിലാണ്. ക്യൂബ പോലുള്ള ചെറിയൊരു ദ്വീപ് രാഷ്ട്രം ഇന്ത്യയേക്കാൾ വളരെ മുമ്പിലാണ്. അപ്പോ ഈ ഉണ്ടാകുന്നു എന്ന് ഇവർ അവകാശപ്പെടുന്ന വളർച്ച തന്നെ വ്യാജമാണ്. ആ വളർച്ച തന്നെ മഹാഭൂരിപക്ഷത്തിന്റെയും ജീവിതത്തെ സ്പർശിക്കാതെ ഒരു കൂട്ടം അതിസമ്പന്നരുടെ മാത്രം വളർച്ചയാണ് ഇവർ വളർച്ചയായിട്ട് ചിത്രീകരിക്കുന്നത്. ഇപ്പൊ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എത്ര ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയെ നേരിടുന്നു, അത് എത്ര വലിയ ജീവിത തകർച്ചയിലേക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധി നയിക്കുന്നു എന്നതിന്റെ എല്ലാം മറ്റൊരു സാധൂകരണമാണ് WEF-ന്റെ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ റിപ്പോർട്ട്. വേൾഡ് എക്കണോമിക് ഫോറം എന്ന് പറഞ്ഞാൽ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്ന, അതിന്റെ ശക്തമായിട്ട് പ്രയോഗം ഉറപ്പുവരുത്താനുള്ള വേദി കൂടിയാണ് എന്ന് ഓർമ്മിക്കണം. ഈ നയങ്ങളെയൊന്നും വിമർശിക്കുന്നവരല്ല. ഈ നയങ്ങൾ തന്നെ ഇന്ത്യയിൽ ഒരു ചെറിയ ന്യൂനപക്ഷത്തിന് മാത്രമേ ഗുണം ചെയ്തിട്ടുള്ളൂ എന്ന് വേൾഡ് എക്കണോമിക് ഫോറം പോലുള്ള ഒരു വേദി പറയുമ്പോൾ അത് ഈ സർക്കാരിനെതിരായിട്ടുള്ള വലിയ ഒരു കുറ്റപത്രമായിട്ട് മാറുകയാണ്. ദയവായി തുടരുക ശ്രീ രാജേഷ്. ശ്രീ KN ഹരിലാൽ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ഹരിലാൽ, കാലാകാലങ്ങളായി തുടരുന്ന സാമ്പത്തിക നയങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ മാറ്റം വരേണ്ടതുണ്ട് എന്ന സൂചന കൂടി നൽകിയാണ്, അതായത് ഇതുവരെ നമ്മളിപ്പോൾ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന കാര്യങ്ങളൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീ ഹരിലാൽ, വേൾഡ് എക്കണോമിക് ഫോറവും അതുപോലെ തന്നെ IMF-നെ പോലുള്ള സംഘടനകളും ഒക്കെ ഈ തരത്തിൽ ഇന്ത്യ വികസനത്തിന്റെ കാര്യത്തിൽ ലോക റാങ്കിങ്ങിൽ ഏറ്റവും അവസാനത്തേത് എന്ന് പറയാവുന്ന നിലയിലേക്ക് പോയിരിക്കുന്നു എന്ന് പറയുന്നതിന് പ്രത്യേകമായ പ്രസക്തിയുണ്ട്. കാരണം ഇന്ത്യയിലെ ഉദാരവൽക്കരണ നടപടികൾക്ക് എല്ലാ തരത്തിലുമുള്ള പിന്തുണ കൊടുത്ത് അതിനെ നയിച്ചവരാണ് ഈ ഏജൻസികൾ. അപ്പൊ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇന്ത്യയുടെ പെർഫോമൻസ് ഈ വിധത്തിലാണ് എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. യഥാർത്ഥത്തിൽ ഈ നിഗമനങ്ങളിൽ പ്രത്യേകിച്ച് അത്ഭുതത്തിന് അവകാശമില്ല. ഇന്ത്യയുടെ നില മറ്റ് ലോകരാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ, ഈ അവികസിത രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പോലും ഏറ്റവും പിന്നണിയിലാണ്. ആ നില കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് ആഗോളീകരണ നടപടികൾ. 90കൾക്ക് ശേഷം നടപ്പിലാക്കിയ ആഗോളീകരണ നടപടികൾ യഥാർത്ഥത്തിൽ തിളങ്ങുന്ന ഇന്ത്യയെ കുറിച്ചൊക്കെയുള്ള പ്രതീക്ഷകളൊക്കെ ജനങ്ങൾക്ക് നൽകിയെങ്കിലും യഥാർത്ഥ സ്ഥിതി വളരെ പരിതാപകരമാണ്. വളർച്ചാ നിരക്കുകൾ സേവന മേഖലയെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ചില വളർച്ചയുണ്ടായെങ്കിലും ഇന്ത്യൻ സമ്പദ്ഘടനയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും വലിയ നട്ടെല്ലായ കൃഷി, അതുപോലെ തന്നെ ഗ്രാമീണ മേഖല, ചെറുകിട വ്യവസായങ്ങൾ, ചെറുകിട സംരംഭങ്ങൾ ഇവയെല്ലാം പിന്നോട്ടടിക്കപ്പെടുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ മഹാഭൂരിപക്ഷം ജനങ്ങളും ദുരിതത്തിലാണ്. ആ ദുരിതത്തെ അതിന്റെ എല്ലാ അർത്ഥത്തിലും വരച്ചു കാട്ടുന്നതാണ് ഈ റിപ്പോർട്ടുകൾ. അത് ഈ അവസ്ഥ കൂടുതൽ വഷളാക്കുന്ന തരത്തിലാണ് BJP-യുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡീമോണിറ്റൈസേഷൻ അടക്കമുള്ള നടപടികൾ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് വളരെ പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വളരെ നന്ദി ശ്രീ KN ഹരിലാൽ. ഒപ്പം തന്നെ ശ്രീ MP രാജേഷ്, ഇവിടെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പരീക്ഷണ ഘട്ടം, അവിടെ മോഡി ആവർത്തിച്ചു പറയുന്നത് ക്യാഷ്ലെസ് എക്കണോമിയെ കുറിച്ചും പ്രത്യേകിച്ച് ബാക്കി
നമ്മുടെ സമ്പദ്ഘടനയിലുള്ള മറ്റ് ഇടപെടലുകൾ, മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള പദ്ധതികളെ കുറിച്ചൊക്കെ തന്നെയും വാദോരാതെ സംസാരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ഒരു റിപ്പോർട്ട് എന്നതുകൂടി സുപ്രധാനമാണ്. ഈ ഒരു വിഷയത്തിന്റെ ഒരു താരതമ്യപ്പെടുത്തൽ കൂടി നോക്കിയാൽ തീർച്ചയായിട്ടും ഇവിടെ ശ്രീ ഹരിലാൽ പറഞ്ഞതുപോലെ, ഡോക്ടർ കെ എൻ ഹരിലാൽ പറഞ്ഞതുപോലെ, ഈ നിഗമനങ്ങളിൽ ഞങ്ങളെ സംബന്ധിച്ച് അത്ഭുതകരമായിട്ടൊന്നുമില്ല. കാരണം ഇടതുപക്ഷം ഈ യാഥാർത്ഥ്യങ്ങൾ നിരന്തരമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും വിളിച്ചു പറയുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോഴെല്ലാം വളർച്ചാ നിരക്ക് കൊട്ടിഘോഷിച്ച് പെരുമ്പറയടിച്ചുകൊണ്ടിരുന്നത് സർക്കാരാണ്. മേക്ക് ഇൻ ഇന്ത്യയുടെ കാര്യം എടുത്ത് നോക്കുക. മേക്ക് ഇൻ ഇന്ത്യ കേവലം മുദ്രാവാക്യം മാത്രമായിട്ട് നിൽക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസമാണ് ബിസിനസ് സ്റ്റാൻഡേർഡിൽ എഴുതിയ ലേഖനത്തിൽ ഇന്ത്യയിലെ പ്രമുഖ സർക്കാർ അനുകൂല സാമ്പത്തിക വിദഗ്ധൻ വിമർശനം ഉന്നയിക്കുന്നത്. വെറും ഒരു മുദ്രാവാക്യം മാത്രമായി തീരുന്നു, അതിനെ മെറ്റീരിയലൈസ് ചെയ്യാൻ കഴിയുന്നില്ല. മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ തുടങ്ങി ഡിജിറ്റൽ ഇന്ത്യ ധാരാളം മുദ്രാവാക്യങ്ങളുണ്ട്. എന്താ തൊഴിൽ സൃഷ്ടിച്ചതിന്റെ സ്ഥിതി? ഇന്ത്യൻ ലേബർ ബ്യൂറോയുടെ തന്നെ ഡാറ്റ, സർക്കാരിന്റെ ഏജൻസിയാണ്, ലേബർ ബ്യൂറോയുടെ ഡാറ്റ ചൂണ്ടിക്കാണിക്കുന്നത് 2015-16 1,35,00,000 ആളുകൾ ലേബർ മാർക്കറ്റിൽ പുതുതായിട്ട് എത്തിയപ്പോൾ ഉണ്ടായ തൊഴിലവസരം 1,35,000 മാത്രമാണ്. എന്ന് പറഞ്ഞാൽ വെറും 1% മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെയും ലേബർ ബ്യൂറോയുടെയും കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ നിരക്ക് ആശങ്ക ഉളവാക്കുന്നതിൽ ഉയർന്നതാണെന്ന് മാത്രമല്ല, ചെറുപ്പക്കാർക്കിടയിൽ, അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്കിടയിലാണ് തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലേബർ ബ്യൂറോയുടെ തന്നെ ഡാറ്റ ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ എല്ലാ പാദത്തിലും പുറത്തുവിടുന്ന കണക്കുകൾ കാണിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഡിമോണിറ്റൈസേഷന്റെ തൊട്ട് മുമ്പ് സെപ്റ്റംബർ 30 പുറത്തു വന്ന CSO ഡാറ്റയും ചൂണ്ടിക്കാണിക്കുന്നത് വ്യവസായ വളർച്ചാ സൂചിക ഇടിഞ്ഞിരിക്കുന്നു എന്നാണ്. കാർഷിക വളർച്ച 1.2% മാത്രമാണ്. അപ്പോൾ കൃഷി, വ്യവസായം, പ്രത്യേകിച്ച് മാനുഫാക്ചറിംഗ് തുടങ്ങിയിട്ടുള്ള സമ്പത്തുൽപാദന മേഖലകളെല്ലാം തളർച്ചയുടെ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. തൊഴിലവസരങ്ങൾ വളരുന്നില്ല. ഈ സാഹചര്യമെല്ലാം നിൽക്കുമ്പോഴാണ് ഡിമോണിറ്റൈസേഷൻ കൂടി വരുന്നത്. 86% കറൻസി പിൻവലിക്കുന്നു. ഇത് ഈ സാഹചര്യത്തെ കൂടുതൽ രൂക്ഷമാക്കുകയാണ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്റെ ജീവിതത്തെ കൂടുതൽ ഞെരുക്കുകയും ശ്വാസം മുട്ടിക്കുകയുമാണ് ചെയ്യുക. ഈ ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിട്ടുള്ള വിമർശനങ്ങൾക്കെല്ലാം ഇപ്പോൾ സർക്കാരിനെ അനുകൂലിക്കുന്ന ഏജൻസികളിൽ നിന്ന്, പുറത്തും അകത്തുമുള്ള ഏജൻസികളിൽ നിന്ന് തന്നെ ഇപ്പൊ സാധൂകരണം ഉണ്ടാവുന്ന വളരെ വിചിത്രമായിട്ടുള്ള കൗതുകകരമായ സാഹചര്യം കൂടിയാണ്. വളരെ നന്ദി ശ്രീ എം പി രാജേഷ്. അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഏതായാലും വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. വളർച്ചാ നിരക്കിൽ ഇന്ത്യ ഏറ്റവും പിന്നിലേക്ക് നിൽക്കുന്നു. തൊട്ടയൽ രാജ്യങ്ങൾ, നേപ്പാൾ ആയാലും പാകിസ്ഥാൻ ആയാലും ഒക്കെ പരിഗണിച്ചു നോക്കുമ്പോൾ ഇന്ത്യ വളരെ താഴെയാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.